ഈ 1.5 വർഷം കൊണ്ട് ഞാൻ പറയുന്നത് ഈ മരം മുറിച്ചു മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല. എന്നിട്ട് ഈ മരത്തിനടിയിൽ പെട്ടിട്ട് എടുക്കാൻ വയ്യാതെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് ശ്രമിച്ചിട്ട് 10-22 ആൾ വന്ന് ശ്രമിച്ചിട്ട് ഒരു ശകലം പൊക്കിയാണ് കാല് വെളിയിലെടുത്തത്. എന്ത് ചെയ്യണമെന്നറിയാതെ പാച്ചിരുന്നു പോയി. ഏരൂർ നെട്ടയത്ത് ശുചിമുറിക്ക് മുകളിലേക്ക് കൂറ്റൻ പനമരം പിഴുതു വീണ് വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. ഏരൂർ നെട്ടയം നെടിയറ പണയിൽ പുത്തൻ വീട്ടിൽ 54 വയസ്സുള്ള വിജയമ്മയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 സമീപത്തെ പുരയിടത്തിൽ നിന്ന് കൂറ്റൻ പനമരമാണ് പിഴുത് ശുചിമുറിക്ക് മുകളിലേക്ക് വീണത്. ഈ സമയം ശുചിമുറിക്കുള്ളിലുണ്ടായിരുന്ന വിജയമ്മ മരത്തിനടിയിൽ അകപ്പെടുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ ഏറെ പണിപ്പെട്ടാണ് മരത്തിനടിയിൽ നിന്നും വിജയമ്മയെ പുറത്തെടുത്തത്. 4 മണിക്കാണ് സംഭവം. ഞാനും ഈ ചേട്ടൻ കൂടെ അപ്പുറത്ത് ജോലി ചെയ്യണമെന്ന് ഓടി നല്ല സൗണ്ട് കേട്ടു. ഈ സൗണ്ട് കേട്ട് ഞങ്ങൾ ഓടി വന്ന് ഈ ചേച്ചി ബാത്റൂമിൽ പോകുന്നതിന് മുമ്പേ പറയുകയും ചായ വന്നിട്ട് പറഞ്ഞു ഞാൻ കുളിക്കാൻ പോകണേന്ന് ഞങ്ങളോട് പറഞ്ഞു. കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞത് കേട്ട് ഈ മഴവും വീഴുന്ന സൗണ്ട് ഞങ്ങൾ ചാടി വന്നപ്പോൾ ആളിനെ കാണുന്നില്ല, വിളിച്ചിട്ട് അനക്കവും ഇല്ല. പിന്നെ ഞങ്ങളൊന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചെയ്താൽ ഞങ്ങൾക്ക് ആകെ ഈ സമാധാനം തെറ്റി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നാട്ടുകാരെല്ലാം ഓടി വന്നു. പിന്നെ വന്ന് കുറേ 5-8 പേര് ചേർന്ന് കുറേ കടയിൽ ഈ അതിൽ കയറ്റി പോക്കിയിട്ടാണ് ഈ ചേച്ചിയുടെ കാല് തിരിച്ചെടുത്തത്. എടുത്തപ്പോൾ ചേച്ചിക്ക് അൺകോൺഷ്യസ് മൈൻഡായിരുന്നു. പിന്നെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ വിജയമ്മയ്ക്ക് കാലിൽ 8 തുന്നലുകളുണ്ട്. ഇതേ തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ നിർധന കുടുംബം. അയ്യോ വയ്യ, എണീക്കാൻ പറ്റുന്നില്ല. എന്തുവായിരുന്നു സംഭവിച്ചേ? കുളിക്കാൻ കയറിയതേ അറിയത്തുള്ളൂ. പിന്നെ ബോധം പോയി ഒന്നും അറിയാൻ വയ്യ. ഇവരോട് 1.5 വർഷം കൊണ്ട് പറയുന്ന പനിയൊന്ന് മുറിച്ച് മാറ്റിയില്ല. ഈ കൂരയ്ക്കകത്ത് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞത് പുളിയെ തങ്ങി വയ്ക്കുമെന്നാ. ഞങ്ങളിനി അങ്ങോട്ട് പോകാനാ ഈ കൂര തള്ളിട്ട് ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. നടുവയ്യ, എൻ്റെ കാലിന് തയ്യലുണ്ട്, എനിക്ക് എണീക്കാൻ വയ്യ. തലയ്ക്ക് മുഴയൊക്കെ ഉണ്ട്, തലയ്ക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ വിറയല് ഒക്കെ ഉണ്ട്. പ്രദേശവാസിയായ ശിവപ്രസാദിന്റെ പുരയിടത്തിൽ നിന്ന് കൂറ്റൻ പനമരമാണ് പിഴുതു വീണത്. മരം അപകടാവസ്ഥയിലാണെന്നും മുറിച്ചു മാറ്റണമെന്ന് നിരവധി തവണ ശിവപ്രസാദിനോട് ആവശ്യപ്പെട്ടിരുന്നതായി വിജയമ്മ പറഞ്ഞു. അപകടത്തിൽ ശുചിമുറിയും വീടിന്റെ മേൽക്കൂരയും തകർന്നു. കൂടാതെ വീടിന്റെ ഭിത്തിക്കും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ലഭ്യമായ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും വാർഡ് മെമ്പർ അഖിൽ ശശിധരൻ ജില്ലാ വിഷ്ണുയെ അറിയിച്ചു.